നെവിന് മുന്നിൽ മെയിൻ ഡോർ തുറന്നു കൊടുത്ത് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞൊരു മാസാക്കാൻ നോക്കിയ ബിഗ് ബോസിന് മുന്നിൽ കൂടെ ഒരു മാസായി നെവിൻ ഇറങ്ങിപ്പോയി എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 നെവിൻ പുറത്തായെങ്കിൽ അല്ലെങ്കിൽ നെവിൻ ക്വിറ്റ് ചെയ്തു എങ്കിൽ ഈ ഒരു സീസണ് നല്ലൊരു നഷ്ടം തന്നെയാകും. നെവിനെ സംബന്ധിച്ച് ഒരു മികച്ച കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു ഫൺ എലമെന്റ് ആണ് നെവിൻ. അപ്പം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം, ഇഷ്യൂ എന്തുമായിക്കൊള്ളട്ടെ, അനുമോളും നെവിനും തമ്മിലുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ആദില നോറയും നെവിനും തമ്മിൽ ഇഷ്യൂസ്, ഇവർ തമ്മിൽ പരസ്പരമുള്ള ഇഷ്യൂസ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആർഗ്യുമെന്റ്സ്, ബിഗ് ബോസുമായിട്ടുള്ള നടന്ന ആർഗ്യുമെന്റ്സ്, അതിന് മറ്റുള്ള കണ്ടസ്റ്റൻസും കൂടെ മൂപ്പിച്ചു കൊടുത്തപ്പോൾ ആള് പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള രീതിയിലുള്ള പല റീസൺസും റൂമറുകളും പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് മുൻ സീസണുകളിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും പല കണ്ടസ്റ്റൻസും വീരവാദങ്ങൾ മുഴക്കാറുണ്ട്. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്, ഒന്നൽ നീ അല്ലെങ്കിൽ നീ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുകയില്ല. പക്ഷേ കാര്യത്തോട് അടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴും അവർക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ നെവിനെ സംബന്ധിച്ച് അത്യാവശ്യം ചങ്കുറപ്പുള്ള അല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. എന്ത് തീരുമാനങ്ങളും പൊട്ടത്തരമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് എടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ കുറച്ചെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. മികച്ചൊരു ഗെയിമർ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അത്യാവശ്യം ഫൺ എലമെന്റും അതുപോലെ തന്നെ ടാസ്കുകളിലൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റും ഇതുപോലെയുള്ള ധൈര്യത്തിൽ മുന്നോട്ടിറങ്ങാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നെവിൻ. അപ്പം ബിഗ് ബോസ് ഒരു മാസാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഡോർ തുറന്നു കൊടുത്തിട്ട് നെവിനോട് നിങ്ങളുടെ തീരുമാനം ഉറച്ചതാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസിന് ഒരു കണ്ടന്റ് വേണം, ഓരോ സീസണിലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണം. ഈ ഒരു സമയത്ത് ആരെങ്കിലും ഒക്കെ പുറത്തു പോകാറുണ്ടല്ലോ, ഒന്നെങ്കിൽ ക്വിറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അടിപിടി കൂടിയിട്ട് അവരെ പുറത്താക്കുന്നത്, ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സോ ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി നോക്കിയതാണ്. ആ ഒരു ഗേറ്റ് തുറന്നു കൊടുത്തു, മെയിൻ ഡോർ തുറന്നു കൊടുക്കുന്നു. നെവിൻ മറ്റുള്ളവരും കൂടെ ആ ഒരു ഇതിലേക്ക് പ്രഷർ ചെലുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ നാണം കെട്ട് പിന്നെ അവിടെ നിൽക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ധൈര്യമുണ്ടല്ലോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യപൂർവ്വം പുള്ളി പുറത്തേക്ക് ഇറങ്ങുന്നതുമായിട്ടാണ് നമ്മൾക്ക് അറിയുന്നത്. അപ്പം പുള്ളി പുറത്തായി എന്ന് തന്നെയാണ് അറിയുന്നത്. ഇനി തിരിച്ചു കൊണ്ടുവരുമോ എന്നൊന്നും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും നിലവിൽ പുള്ളി ക്വിറ്റ് ചെയ്തു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ കേൾക്കുന്നത്. ബിഗ് ബോസ് ഒരു മാസാക്കാൻ നോക്കി, മാസ് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നോക്കി. ബട്ട് അതിന് മുകളിൽ ഒരു മാസായി അല്ലെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാലൊന്നും പ്രശ്നമല്ല. പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളൊരു മാസ് രീതിയിൽ തന്നെയാണ് നെവിനും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ നെവിൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെയാണ് നഷ്ടം. ഒരു കണ്ടന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ അടുത്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിനുമായി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഫൺ എലമെന്റ് ഒക്കെ തന്നെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഓണവില്ല ഓട്ടം തന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മാസാകാൻ നോക്കി പണി മേടിക്കുകയില്ലോ എന്നൊക്കെ. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.